കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മറ്റൊരു കൃഷ്ണാനുഭവമാണ് കേൾക്കാൻ പോകുന്നത്. ടീച്ചർ അമ്മ കേട്ട കൃഷ്ണാനുഭവം നമുക്കും പങ്കുവച്ചിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ആ കൃഷ്ണാനുഭവം കേൾക്കാം. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും പങ്കുവയ്ക്കുന്നതും ഒക്കെ പുണ്യമായ കാര്യമാണ്. നമ്മൾ ഭഗവാനോട് കൂടുതൽ അടുക്കുന്നതിൻ്റെ സൂചനയാണ്. തീർച്ചയായിട്ടും ആ മനോഹരമായ കൃഷ്ണാനുഭവം കേൾക്കാം. കാതോർത്തിരുന്നോളൂ. ഹരേ കൃഷ്ണ. എവർക്കും എൻ്റെ നമസ്കാരം. നമ്മളെപ്പോഴും നമ്മുടെ അനുഭവങ്ങളാണല്ലോ പറയാറ്. പക്ഷെ ഓരോ നിഷ്കളങ്കരായ അമ്മമാരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും. അങ്ങനെ ഒരു അനുഭവമാണ് ഞാനിപ്പം പറയുന്നത്. ഒരു ഏകാദശിക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഏകാദശിക്ക് ഞങ്ങൾ ഗുരുവായൂർക്ക് പോയി. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയാണ് പോയത്. അപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ട്. ഗുരുവായൂർ ഒരു വിശേഷ ദിവസം എന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ തിരക്ക്. അപ്പോൾ നമ്മൾ 2 ദിവസം അവിടെ താമസിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് ടെൻഷനൊന്നുമില്ല. തലേ ദിവസം പോയി അവിടെ റൂം എടുത്തു. പിറ്റേ ദിവസം നമ്മളവിടെ പോയി രാവിലെ തൊഴുതു. പിന്നെ വൈകുന്നേരം നമുക്ക് തൊഴാൻ വേണ്ടി വൈകുന്നേരവും തൊഴുതു. നമ്മളവിടെയൊക്കെ കറങ്ങി ഭയങ്കര ഒരു സന്തോഷമായി. എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി നടന്ന് ലൈറ്റൊക്കെ കണ്ട്. ഉത്സവത്തിനൊക്കെ അങ്ങനെയാണല്ലോ, ക്ഷേത്രങ്ങൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളങ്ങനെ അതെല്ലാം കണ്ടിരിക്കുമ്പോൾ ക്യൂ ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ പിറ്റേ ദിവസം രാവിലെ ശരിക്കും പുലർച്ചെയൊക്കെ നമ്മളിങ്ങനെ ഗുരുവായൂർ പോകുമ്പോൾ ഭയങ്കര രസമാണ് അതിൻ്റെ അജ്ഞാനപ്പാനയുടെയൊക്കെ പാട്ട് കേൾക്കുക. പിന്നെ എന്തോ മുല്ലപ്പൂവിൻ്റെയും ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയുള്ള ആളുകൾ യാതൊരു ടെൻഷനും ഇല്ലാതെ എന്തൊരു സന്തോഷത്തോടെ എല്ലാവരുടെ മുഖവും സന്തോഷം. അത് കാണാൻ ഭയങ്കര രസമല്ലേ. അപ്പം നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞപ്പം ആരുടെയോ വക കോഫിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു. ഞങ്ങൾ അതിന് മുമ്പ് ഹോട്ടലിൽ പോയി കാപ്പിയെല്ലാം കുടിച്ചു. പിന്നെ ഇവരുടെ വക കാപ്പിയും കുടിച്ചു. അങ്ങനെ ഇങ്ങനെ നീങ്ങുന്നില്ല ലൈൻ. ഇങ്ങനെ എണിക്കുക. അപ്പോഴേക്കും കുറച്ച് മുന്നോട്ട് പോകും. അങ്ങനെ ഭയങ്കര രസമായിരുന്നേ. അങ്ങനെ എത്തി ആ കമ്പികളുടെ ഒക്കെ ഇടയിലെത്തി. അപ്പം എന്തോ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഭഗവാനെ കണ്ട് ആ തിരക്കുകളൊക്കെ കണ്ടിട്ടൊക്കെ. അപ്പോൾ പിന്നെ ഒരമ്മ, എൻ്റെ അടുത്തൊരമ്മ വെറുതെ വിശേഷം ചോദിച്ചു. എത്ര പ്രാവശ്യം നമ്മൾ നാമം ചൊല്ലിക്കൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ വിശേഷം ചോദിച്ചു. അപ്പം ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പം അമ്മയുടെ കഥ പറയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു പറഞ്ഞോട്ടെ, നമ്മൾ ഒരു ആശ്വാസമല്ലേ, രസം. ഭഗവാന്റെ കാര്യമാണ് കേട്ടോ പറയണേ. അപ്പം അവർ പറയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവർ കോയമ്പത്തൂരായിരുന്നു താമസിച്ചിരുന്നത്. എന്നിട്ട് അവർക്ക് അത്ര ഭക്തിയൊന്നുമില്ല. വീട്ടിൽ വിളക്കൊന്നും കത്തിക്കില്ല, ഫോട്ടോ വയ്ക്കില്ല, ഒന്നും ചെയ്യില്ല. അപ്പോൾ അടുത്ത വീട്ടിലൊരു ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഉപ്പളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൽ പോവാറുണ്ട്. അപ്പോൾ ഈ കുട്ടീനെ എപ്പോഴും വിളിക്കുന്നത്, ഈ കുട്ടിയല്ല ഇവർ ഭാര്യയാണ്, മലയാളിയാണല്ലോ, വരുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇവർ അവരെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്നത്. അങ്ങനെ പോയപ്പോൾ അവർക്കൊരു ഭഗവാനെ ഒരു വിളക്ക് വയ്ക്കണം അങ്ങനെയൊക്കെ തോന്നിയെന്ന്. അങ്ങനെ ഒരു ഫോട്ടോ വാങ്ങി വെച്ച് വിളക്ക് വെച്ച് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ എപ്പോഴും അമ്പലത്തിൽ ആഴ്ചയിൽ പോയി തൊഴുത് വരും. അങ്ങനെ ഇവർക്കൊരു മാറ്റമൊക്കെ വന്നു. അപ്പം ഇവർ ഹസ്ബൻഡിന് ചായപ്പീടിയാണ് അവിടെ, ചെറിയ ചായപ്പീടിയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ 2 പെൺകുട്ടികൾ. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ വളർന്നു വരുന്നു, നന്നായി പഠിക്കും. അങ്ങനെ ഇവർ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് നന്നായി. അങ്ങനെ ഈ മക്കളുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ആദ്യത്തെ പെൺകുട്ടി വലിയൊരു പണക്കാരൻ്റെ മോനെയാണ് കല്യാണം കഴിച്ചത്. ലവ് മാരേജ് ആയിരുന്നു. അവർക്ക് ഇഷ്ടമായി, കല്യാണം കഴിച്ചു. പിന്നെ ആഭരണങ്ങളൊന്നും അധികം കൊടുത്തിട്ടില്ല, അവർ തന്നെ എല്ലാം ചെയ്തു. ഭയങ്കര സ്നേഹമുള്ളൊരു കുടുംബമായിരുന്നു എന്ന് പറഞ്ഞു.
പിന്നെ ഈ അനിയത്തിയെയും അതുപോലെ അവർക്ക് ജോലിയായ കുട്ടിക്ക്, പിന്നെ അനിയത്തിയെയും ഇതുപോലെ അവൻ്റെ ഫ്രണ്ട് കല്യാണം കഴിച്ചു. അങ്ങനെ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അവരിപ്പം ഫോറിനിലൊക്കെയാണ്. ഇവര് ഇതെല്ലാം അവിടുത്തെ ചായപ്പീടിയെല്ലാം നിർത്തി ഇപ്പം തൃശ്ശൂർ ഇവിടെ എവിടെയോ ആണ് താമസിക്കുന്നത്. വലിയ വീടൊക്കെ എടുത്തു. ഒക്കെ മക്കളാണ് ചെയ്തത്. പിന്നെ കുറേ ആഭരണങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും ടൂറ് പോകാനൊക്കെ മക്കളാണ് പൈസ തരുന്നത്. വളരെ ഹാപ്പിയാണ് ഞങ്ങൾ. ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ വരും. ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് എപ്പോഴും ഭഗവാന്റെ അടുത്ത് വരും. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, സാധാരണ പെൺകുട്ടികളാന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഒരു ചുറ്റുപാട് പ്രകാരം ഭയങ്കര ഒരു സാമ്പത്തികമായിട്ട് നമുക്ക് പ്രശ്നങ്ങളല്ലേ. പക്ഷേ ഈ 2 മക്കളും അച്ഛനും അമ്മയോടും ഭയങ്കര സ്നേഹമാണ്. അച്ഛനും അമ്മയും എന്താ വേണ്ടത് സന്തോഷമായിട്ടിരിക്കാനുള്ള എല്ലാം ചെയ്തു തരും. പിന്നെ വലിയ ഡയമണ്ടിൻ്റെ ആഭരണങ്ങൾ എല്ലാം സ്വർണ്ണമൊക്കെ ആക്കി ഞാനത് ഡയമണ്ടിൻ്റെ ആക്കിയിട്ട് ഇപ്പം അതാണ് ഇടുന്നത്. വലിയ മാലയും ഒരു വളയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അവരുടെ ഒരു സന്തോഷം ഞാൻ കണ്ടിട്ട്. ഭഗവാൻ എത്രയോ രാത്രി 8 മണിക്ക് ഇരുന്നാണ് ലൈന്. ഒന്ന് പോയി കുളത്തിൽ പോയി കുളിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇരിക്കുകയാണ് രാവിലെ 9 മണിക്ക് വരെ. എന്നിട്ടും ഭഗവാനെ കണ്ടില്ല കേട്ടോ. അങ്ങനെയാണ്. ഏകാദശിക്ക് പിന്നെ ഉറക്കമൊഴിക്കുകയും കൂടെ ആയല്ലോ. അപ്പോൾ ഭാഗ്യം കിട്ടി. അങ്ങനെ അവരുടെ അനുഭവ കഥകൾ പറഞ്ഞു. എന്നിട്ട് എന്നോട് എന്താ എനിക്കറിഞ്ഞൂടാ, എൻ്റെ അടുത്ത് വന്നിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ഞാനതെല്ലാം കേട്ടിരുന്നു. അറിയാത്ത ഒരു അമ്മ, ഇത്രയും സ്നേഹം, ഭഗവാന്റെ കാരുണ്യം ആര് പറഞ്ഞാലും നമുക്ക് കേൾക്കാൻ ഇഷ്ടമല്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി, ടച്ചിങ് ആയി. അപ്പോൾ നമ്മുടെ മക്കളും ഒക്കെ അതൊക്കെ ഫോളോ ചെയ്യണം. പെൺകുട്ടികളാന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും നോക്കാതിരിക്കരുത്. ശരിക്കും ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് അത്, നല്ല മക്കളെ കിട്ടുക എന്നുള്ളതും. അത് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കണം. പക്ഷെ അവർ വിവാഹം കഴിച്ചപ്പോൾ വിളക്ക് വെച്ചില്ല, പ്രാർത്ഥനയില്ല, എല്ലാം പറയണു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഭഗവാൻ നമ്മളെ ഓരോ സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്. എത്ര മോശമായ ജീവിതത്തിലായാലും അവരെ കൈ പിടിച്ചുയർത്തുന്നു. അത് അവിടെ എവിടെയോ ഒരു ഭഗവാനോടുള്ള ഒരു സ്നേഹം, കാരുണ്യം അവരുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയുള്ളവരെയാണ് ഭഗവാൻ വിളിച്ചുകൊണ്ട് പോകുന്നത്. അടുപ്പിച്ച് ഭഗവാനോട് ചേർത്ത് നിൽക്കുന്നതാണ്. അടുത്ത ജന്മം അവർക്ക് നന്നായി കിട്ടും. കാരണം ഭഗവാന്റെ ഒരു സ്നേഹം, തലോടൽ, കരുതൽ എല്ലാവരിലും ഉണ്ടാവും. ഹരി ഓം. എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ സ്നേഹം ഉണ്ടാവട്ടെ. ഹരി ഓം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കഥകൾ എത്ര കേട്ടാലും മടുക്കില്ല. ഒരു അക്ഷയപാത്രം പോലെ നിറഞ്ഞു തുളുമ്പുന്നതാണ് അനുഭവ കഥകൾ. ഭക്തർക്ക് നിരവധി അനുഭവങ്ങളാണ് ഭഗവാൻ നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതെല്ലാം കേട്ട് അയ്യോ ഭഗവാൻ എനിക്കൊരു അനുഭവം തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കണ്ട. നിങ്ങളെയും ഭഗവാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. നിങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും, ആ സമയത്ത് ഭഗവാന്റെ കരുതൽ എനിക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു സംഭവിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. ഹരേ കൃഷ്ണ. ഭഗവാന് അങ്ങനെ ആളുകൾക്കിടയിൽ ഒരു വ്യത്യാസവും. ഭഗവാൻ എല്ലാവരും, തൻ്റെ സൃഷ്ടികളെല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ നമ്മൾ എത്രത്തോളം പരിശുദ്ധമായിട്ട് ചിന്തിക്കുന്നു, എത്രത്തോളം നിർമ്മലമായ മനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു, അതെല്ലാം നോക്കിയാണ് നമുക്കുണ്ടാകുന്ന നമ്മുടെ കർമ്മഫലങ്ങളുടെ കാഠിന്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് മുന്നോട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഇനിയെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ഭഗവാനെ ഇങ്ങനെ മുറുകെ പിടിച്ച് ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടോ. തീർച്ചയായിട്ടും ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ കൂടെ ഉണ്ടാകും. ഇവിടെ ഈ അനുഭവം പങ്കുവെച്ചപ്പോൾ ഒരു ഉപദേശം കൂടി അമ്മ നൽകുന്നുണ്ട് കേട്ടോ. ഭഗവാനിൽ ഒരു തവണയെങ്കിലും അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ ഏത് തരം അവസ്ഥയിലാണെങ്കിലും, വളരെ മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ പോലും ഭഗവാൻ നമ്മളെ മുന്നോട്ട് ഉയർത്തും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു തവണ ഭഗവാനിലേക്ക് അടുത്താൽ ഭഗവാൻ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ആരും നിരാശപ്പെടേണ്ടതില്ല. എൻ്റെ പ്രശ്നങ്ങൾ മാറുന്നില്ല, എന്നെ ഭഗവാൻ കാണുന്നില്ല, എന്നെ പരീക്ഷിക്കുകയാണ്, എങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. ആ പരീക്ഷണങ്ങളിലൊന്നും തോറ്റുകൊടുക്കാതെ എനിക്ക് എൻ്റെ ഭഗവാനുണ്ട്, എൻ്റെ ഭഗവാൻ തീർച്ചയായിട്ടും എന്നെ തുണയ്ക്കും,
ഒരിക്കലും എന്നെ കൈവിടില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണേ. നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും കമൻറ്റും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ അനുഭവങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ വോയിസ് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് അയയ്ക്കാം. താങ്ക് യു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.